فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. സൂറത്തുൽ ബഖറയിലെ 59-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വലമു എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ വാ കനപ്പിക്കേണ്ടതാണ്. ശേഷമുള്ള ലാമിന്റെ കട്ടി കുറയ്ക്കേണ്ടതാണ്. വലമു ഖൗലൻ ഗൈറ, തൻവീന് ശേഷം ഗൈന് വന്നു. ഗൈന് അൽ ഇദ്ഹാറുൽ ഹൽഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഫഅൻസൽന, സുക്കൂനുള്ള നൂനിന് ശേഷം സായി വന്നു. സായി അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഫഅൻസൽന റിജ്സൻ മിനസ് സമാഇ, തൻവീന് ശേഷം മീമ് വന്നു. മീമ് അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തൻവീനെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. റിജ്സൻ മിൻ, ജീമിന്റെ മേലെ സുക്കൂന് വന്നു. ഖൽഖലയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ജീമ്. ഖൽഖല ചെയ്യേണ്ടതാണ്. റിജ്സ. അസ്സമാ എന്ന വാക്കിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ദീർഘത്തിന്റെ പേര്. ഒന്നും കൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 59-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ ഫബദ്ദല എന്നാൽ പകരമാക്കി അല്ലെങ്കിൽ മാറ്റിമറിച്ചു, അല്ലദീന ളലമു അക്രമം ചെയ്തവർ, ഖൗലൻ ഒരു വാക്ക്, ഗൈറല്ലദീ യാതൊന്നല്ലാത്ത, ഖീല ലഹും അവരോട് അത് പറയപ്പെട്ടു, ഫഅൻസൽനാ അപ്പോൾ നാം ഇറക്കി, അലല്ലദീന യാതൊരുവരുടെ മേൽ, ളലമു അവർ അക്രമം ചെയ്തു, റിജ്സാൻ ശിക്ഷ, മിനസ്സമായി ആകാശത്തു നിന്ന്, ബിമാ കാനു അവർ ആയിരുന്നത് കൊണ്ട്, യഫ്സുഖൂൻ അവർ തോന്നിയ വശം പ്രവർത്തിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ സാരം, എന്നാൽ ആ അക്രമം പ്രവർത്തിച്ചവർ തങ്ങളോട് പറയപ്പെട്ടതല്ലാത്ത ഒരു വാക്ക് അതിന് പകരമാക്കി മാറ്റി. അപ്പോൾ അവർ തോന്നിയവാസം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം ആ അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ ആകാശത്തു നിന്നു നാം ഒരു കഠിന ശിക്ഷ ഇറക്കി. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിൽ പറയുന്ന കാര്യം, ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസ് അധീനപ്പെടുത്തി കൊടുത്തപ്പോൾ ആ പരിശുദ്ധ പ്രദേശത്തിലേക്ക് അവർ കടക്കുമ്പോൾ അവർ പാലിക്കേണ്ടതായ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ ചർച്ച ചെയ്തത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അധീനപ്പെടുത്തിയ ആ പ്രദേശത്തിന്റെ പടിവാതിൽ കടക്കുമ്പോൾ
അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്തു വേണം അവർ ആ പ്രദേശത്തിലേക്ക് കടക്കാനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കലും അക്രമികളായ ജേതാക്കളെ പോലെ അഹങ്കാരത്തോടുകൂടി ആ പരിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കരുത്. മറിച്ച് കൂടുതൽ വിനയമുള്ളവരായിക്കൊണ്ട് തങ്ങൾ ചെയ്തുപോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച പശ്ചാത്താപ വചനമായ ഹിത്വത്തുൻ എന്ന ആ പദമുച്ചരിച്ചു കൊണ്ടുവേണം ആ പ്രദേശത്തിലേക്ക് അവർ പ്രവേശിക്കാനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപദേശിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, അവർ ചെയ്തത് എന്തായിരുന്നു? അവരിൽ വലിയ ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഈ കൽപ്പനകളെ ധിക്കരിക്കുകയായിരുന്നു. അഹങ്കാരത്തോടുകൂടി അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ വിജയപേരി മുഴക്കിക്കൊണ്ടാണ് അവർ ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിച്ചത്. അള്ളാഹു സുജൂദ് ചെയ്തുകൊണ്ട് പ്രവേശിക്കാൻ പറഞ്ഞത് അവരത് അനുസരിച്ചില്ല. അള്ളാഹു കൽപ്പിച്ചതുപോലെ ആ പാപമോചനത്തിന്റെ വചനം അത് പറയാതെ അതിന് ബദലാക്കിക്കൊണ്ട് മറ്റൊരു വാക്കാണ് അവർ അവിടെ ഉപയോഗിച്ചത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും. എന്നാൽ ആ അക്രമം പ്രവർത്തിച്ചവർ തങ്ങളോട് പറയപ്പെട്ടതല്ലാത്ത ഒരു വാക്ക് അതിന് പകരമാക്കി മാറ്റി എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനയോടുള്ള ഈ ധിക്കാരത്തിന് വളരെ വലിയ ഒരു കടുത്ത ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മേൽ ഇറക്കിയത്. ആ ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, ഫഅൻസൽനാ അലല്ലദീന ളലമൂ റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ. അപ്പോൾ അവർ തോന്നിയവാസം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തം ആ അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ ആകാശത്തു നിന്നു നാം ഒരു കഠിന ശിക്ഷ ഇറക്കി എന്ന്. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ ഈ ശിക്ഷയുടെ കാരണവും അത് അവർക്ക് ലഭിക്കാൻ ഇടയാക്കിയ പശ്ചാത്തലവുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദമായി പഠിച്ച ഒരു കാര്യമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പാപമോചനത്തിന്റെ വചനം പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ അതിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അള്ളാഹു അവരുടെ മേൽ ഇറക്കി എന്ന് പറയുന്ന ആ ശിക്ഷയും, ഇത് രണ്ടും സഹോദരങ്ങളെ നമ്മൾ ശരിക്കും പൂർവികരായ തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന രൂപത്തിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.